Good morning, all of you. Welcome to MTM Education Channel. It's me, Shija, your HRM faculty. Okay, in today's class, we are going to discuss about career development. എന്താണ് career development? Career development has been defined as the interaction of psychological, sociological, economic, physical, and chance factors that shape the sequence of jobs, occupation, or careers that a person may engage in throughout a lifetime. എന്താണ് കരിയർ ഡെവലപ്മെൻറ്റ് ഡെഫിനിഷൻ പറയുന്നത്? അതായത് നമ്മളുടെ ലൈഫ് എൻഡ് വരെ അതായത് ഒരാളുടെ ജീവിതകാലം മുഴുവൻ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജോബ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ജോബ് ശരിയായ രീതിയിൽ ഷെയ്പ്പ് ചെയ്യുന്ന, അതായത് നമ്മൾ ചെയ്യുന്ന ജോബിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മോൾഡ് ചെയ്തെടുക്കുകയാണ്. ആ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ എന്ത് വരുന്നുണ്ട്? ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ളതും സോഷ്യോളജിക്കലായിട്ടുള്ളതും എക്കണോമിക്കലായിട്ടുള്ളതും ഫിസിക്കലായിട്ടുള്ളതും അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താണ് അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചേർന്നിട്ട് നമ്മളുടെ കരിയർ ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കരിയർ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് ലേണിംഗ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വളരെ തുടർച്ചയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കരിയർ ഡെവലപ്മെൻറ്റ് നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ എന്താണ് അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്? സീക്കിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ സീക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈൻഡിങ് വേസ് ടു കോൺട്രിബ്യൂട്ട് ടു ദ ഓർഗനൈസേഷൻ ഇൻ എ പ്രൊഡക്റ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ് ഫാഷൻ. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിനും നമ്മളുടേതായിട്ടുള്ള എന്ത് കൊടുക്കുന്നുണ്ട്? കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ കരിയർ ഡെവലപ്മെൻറ്റ്, നമ്മുടെ കരിയറെല്ലാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓർഗനൈസേഷൻ്റെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ടും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കരിയർ ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then our next topic is objectives of career development. എന്തൊക്കെയാണ് കരിയർ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് വൺ, സെൽഫ് അവെയർനെസ്. എന്താണ് കരിയർ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്? നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ എന്തുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു സെൽഫ് അവെയർനെസ്. നമ്മളെക്കുറിച്ച് തന്നെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ഏത് എംപ്ലോയി ആയാലും ശരി, ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് എന്തുണ്ടായിരിക്കും? ദേ ഹാവ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അല്ലേ? അവർക്ക് സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കും, വീക്ക്നെസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നമ്മളുടെ സ്ട്രെങ്ത്ത്, എന്തൊക്കെയാണ് നമ്മളുടെ വീക്ക്നെസ്, ഇതിനെക്കുറിച്ചിട്ട് നമ്മൾക്ക് തന്നെ സ്വയം എന്തുണ്ടാക്കിയെടുക്കുകയാണ്? ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയണത് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ വേൾഡ് മൊത്തം എന്താണ്? നമ്മളുടെ ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ എന്താണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അതെന്താണ്? മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പഴയ കണ്ടീഷൻ ആവില്ല നമുക്ക് ഇപ്പം ഉണ്ടാവുക. ഇപ്പം ടെക്നോളജിക്കലായിട്ട് എന്ത് വന്നിട്ടുണ്ടാവും? ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മളെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മളുടെ മാറ്റങ്ങൾക്കനുസരിച്ച്, അതായത് ഓർഗനൈസേഷനിൽ ടെക്നോളജി ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്കും എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ മാറ്റങ്ങളെല്ലാം നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്? നമുക്ക് എഡ്യൂക്കേഷൻ തരുന്നുണ്ട്, അതുപോലെ ട്രെയിനിങ്, പുതിയ ട്രെയിനിങ്, ടെക്നോളജിക്കലായിട്ടുള്ള പുതിയ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നമുക്ക് നൽകിക്കൊണ്ട് ആ ചേഞ്ച് ആയിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളെയും കൂടെ എന്താക്കി മാറ്റുക എന്നുള്ളതാണ്, ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഫ്ലെക്സിബിൾ. ഏത് മാറുന്ന സാഹചര്യത്തിലും നമുക്ക് എന്ത് ചെയ്യുക? ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുക. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ പറയണത് എഡ്യൂക്കേഷൻ. എന്താണ്? എഡ്യൂക്കേഷൻ ഇസ് among the more straightforward objective of career development. Such program attempt to give employees or prospective employees access to information about job opportunities and option for skills training.
എന്താണ് ഈ എഡ്യൂക്കേഷൻ വഴി നമുക്ക് എന്താണ് കിട്ടുന്നത്? അതായത് ഓൾറെഡി ന്യൂ എംപ്ലോയീസിനും അവിടെയുള്ള എംപ്ലോയീസിനും ഒക്കെ എന്താണ് ഈ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പുതിയ ട്രെയിനിങ്ങിൽ പുതിയ സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്? എഡ്യൂക്കേഷൻ തരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയണത് സെൻസിറ്റിവിറ്റി ടു ഡൈവേഴ്സിറ്റി. എന്താണ് ഡൈവേഴ്സിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പല ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടായിരിക്കും അല്ലേ? പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, പല കൾച്ചറിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പം നമ്മളുടെ ഇപ്പോൾ ഈ കേരളത്തിലുള്ള ആളുടെ കൾച്ചർ ആവില്ല നമുക്ക് വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾക്ക്. പക്ഷേ അവർക്ക് ഓരോരുത്തർക്കും എന്താ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. ഓരോ കൾച്ചറും ഓരോ വ്യക്തികളുടെ സ്വഭാവ രീതികൾ, ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തികൾക്ക് ഓരോ സ്വഭാവ രീതികളായിരിക്കും. ഇതൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടെ നമുക്ക് എന്താണ് നമ്മൾ ശരിക്കും എന്താണ് പലതരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവരുടേതായിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ബിഹേവിയർ, അവരുടെ കൾച്ചർ ഇതൊക്കെ നമ്മൾ എന്താക്കണം? മനസ്സിലാക്കണം അല്ലേ? നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കൺഫ്യൂഷൻസും ഒക്കെ എന്താവുള്ളൂ? റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും കൂടെ ആളുകളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്, എംപ്ലോയീസിനെ അതിനും കൂടെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്റ്റെപ്സ് ഇൻ കരിയർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് സ്റ്റെപ്സ്, കരിയർ ഡെവലപ്മെൻറ്റ് സ്റ്റെപ്സ് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് സെൽഫ് അസസ്മെൻറ്റ്. എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അസസ്മെൻറ്റ് നടത്തുന്നു, അസസ് ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മളെ അസസ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. എന്താണ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൂ ഐ ആം, ഞാൻ ആരാണ് അല്ലേ? വാട്ട് മേക്സ് മീ യുണീക്ക്, എന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ്? വാട്ട് ഡു ഐ ഹാവ് ടു ഓഫർ, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ പറ്റും? വാട്ട് ആർ മൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇങ്ങനെ നമ്മളോട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്വയം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് നോക്കാം എന്തെല്ലാമാണ് കരിയർ പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയണത് ഐഡൻറ്റിഫൈ ഒക്യുപ്പേഷണൽ ക്ലസ്റ്റേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഏറ്റവും അതായത് തൊഴിലിനെ സംബന്ധിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ കരിയർ ചോയ്സസ്. അതുപോലെ നമ്മുടെ കരിയർ ചോയ്സസിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? തയ്യാറാക്കുക. Then next, gather detailed information about each of the potential career choices. അപ്പോൾ നമ്മളുടെ കരിയർ ചോയ്സസിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാം. Then next, narrow the list by identifying the 2 to 5 most desirable alternatives. അപ്പം നമ്മൾ ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ ലിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? നാരോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു 2 മുതൽ 5 വരെയുള്ള നമ്മളുടെ ആൾട്ടർനേറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. Then last, evaluate and choose the best alternative based on information about the career and self information. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ കരിയർ, അതുപോലെ നമ്മളെപ്പറ്റി തന്നെ നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. ഏതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് കരിയർ പ്ലാനിങ്ങിൻ്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ജോബ് സെർച്ച് റിസോഴ്സസ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ജോബ് സെർച്ച് റിസോഴ്സസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻ ഇൻഡിവിജ്വൽ കരിയർ പ്ലാൻ ഹാസ് 2 മേജർ പാർട്സ്. കരിയർ പ്ലാന് 2 പാർട്സാണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ആക്ടിവിറ്റീസ് ആൻഡ് സെക്കൻഡ് വൺ ടൈംലിനെസ്. ഫസ്റ്റ് വൺ എന്താണ്? ആക്ടിവിറ്റീസും രണ്ടാമത് ടൈംലിനെസ്സുമാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എഴുതി വെക്കുക. എന്താണ് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യേണ്ടത്? വാട്ട് ആർ ദ കരിയർ ഒബ്ജക്റ്റീവ്, നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ് എന്താണ്? Then list the activities that must be undertaken to achieve these goals. അപ്പോൾ ഒബ്ജക്റ്റീവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ എങ്ങനെയൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ്, ആക്ടിവിറ്റീസ് ആണ് ഈ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് നമ്മൾ ചെയ്യുക, എഴുതി വയ്ക്കുക. ദെൻ ഗിവ് ഡെഡ്ലൈൻസ് ഫോർ ഡൂയിങ് ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പും ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യേണ്ട ഡെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം.
Then it is also advisable to check the plan often as a reminder, and may also have the plan with a friend, co-worker or family member. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നാണ്, ഈ പ്ലാൻ നമുക്ക് ആരൊക്കെയായിട്ട്, അതായത് നമ്മുടെ ഫ്രണ്ടായിട്ടോ കോവർക്കറായിട്ടോ ഫാമിലി മെമ്പറായിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലാൻസ് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, ജോബ് സെർച്ച് റിസോഴ്സസ് എന്നുള്ളതിൽ വരുന്നത്. ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുക, അത് ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ തന്നെ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ എത്ര ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർക്കും, അങ്ങനെ ഒരു ഡെഡ് ലൈൻ നമ്മൾ വെക്കുക. പിന്നെ നമ്മളുടെ പ്ലാൻസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളുടെ കോവർക്കറിൻ്റെ അടുത്തോ ഫാമിലി മെമ്പറിൻ്റെ അടുത്തോ ആരെടുത്ത് വേണമെങ്കിൽ നമുക്ക് ഈ പ്ലാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുക. അതായത് ഇത് ശരിയാണ്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാം. ഇത്രയാണ് ജോബ് സെർച്ച് റിസോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് കരിയർ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ്, കരിയർ എൻഹാൻസ്മെൻറ്റ്. എങ്ങനെയാണ് കരിയർ നമ്മൾ എൻഹാൻസ് ചെയ്യുക? അത് എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതായത് റിസർച്ച് പ്രോഗ്രാം ക്യാൻ ബി ടേക്കൺ ടു എൻഹാൻസ് ദ എംപ്ലോയീസ് കരിയർ. ഒരു എംപ്ലോയിയുടെ കരിയർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് എന്താണ്, റിസർച്ച് പ്രോഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ് കരിയർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളൊരു സംഗതി. ദെൻ നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൻ്റെ നീഡ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ആ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, എന്താണ്, അതായത് പുതിയ വല്ല ടാസ്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അയാൾ എന്തായിരിക്കണം, എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ഇനി ചില ജോബ് ചെയ്യാൻ നമുക്ക് പ്രത്യേകം നോളജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചില കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്, എംപ്ലോയർ എന്താണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യിക്കും. അതിനുള്ള പേയ്മെൻറ്റ് ആര് കൊടുത്തിരിക്കും, നമ്മളുടെ കമ്പനി അല്ലെങ്കിൽ എംപ്ലോയർ കൊടുത്തിരിക്കും. അല്ല, എംപ്ലോയിക്ക് എന്താണ്, എംപ്ലോയിയുടെ ആവശ്യത്തിന് വേണ്ടി, അതായത് നമുക്ക് തോന്നുകയാണ് നമ്മളൊന്നും കൂടെ മെച്ചപ്പെടണം, അപ്പം നമ്മളൊന്നും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യണം നമുക്ക് തന്നെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ. ഇതിൽ ഐഡൻറ്റിഫിക്കേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പൊസിഷൻ മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്, നെക്സ്റ്റ് ഫ്ലോറിൽ, ഏത് ഫ്ലോർ ആയാലും ശരി, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ശരി, അവിടെയും കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് എന്താണ്, എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് നമുക്കുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സിഗ്നിഫിക്കൻസ്. എന്താണ് സിഗ്നിഫിക്കൻസിൽ പറയുന്നത്, അതായത് ഇറ്റ് ഈസ് ബെറ്റർ ടു ആസ്ക് ദ സൂപ്പർവൈസർ അബൌട്ട് ദ ജോബ്സ് ഹി വാണ്ട് ടു ഡു അല്ലേ. നമ്മൾ ഒരു സൂപ്പർവൈസർക്ക് നമ്മൾ എന്ത് ജോലി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ. എന്തെങ്കിലും ഒരു ജോലി, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് ആരാഗ്രഹിക്കുന്നുണ്ടായിരിക്കും, സൂപ്പർവൈസർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ജോബാണ് നമ്മളിവിടെ പെർഫോം ചെയ്യേണ്ടത്, എന്തെല്ലാം ആക്ടിവിറ്റീസാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ നമ്മൾ ആരോട് ചോദിച്ചിരിക്കണം എന്നാണ് പറയുന്നത്, നമ്മളുടെ സൂപ്പർവൈസറോട് ചോദിച്ചിരിക്കണം. ദെൻ ദ ബോസ് is able to know what task can be performed better by utilizing his abilities. അങ്ങനെയാണെങ്കിൽ ആ സൂപ്പർവൈസർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രത്തോളം ആക്ടിവിറ്റീസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പൊട്ടൻഷ്യൽ. എന്താണ് പൊട്ടൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവാലുവേറ്റിംഗ് ദ ഇൻഡിവിജ്വൽസ് റെസ്യൂം ക്യാൻ മേക്ക് ആൻ എംപ്ലോയർ ടു റിയലൈസ് ജസ്റ്റ് ഹൗ മച്ച് ഓഫ് ആൻ അസറ്റ് ഹി മേ ബി ടു ദ കമ്പനി. അതായത് നമുക്ക് ഒരാളുടെ റെസ്യൂം നോക്കിക്കഴിഞ്ഞാൽ തന്നെ സൂപ്പർവൈസർക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇയാൾ ആ കമ്പനിക്ക് എത്ര മുതൽക്കൂട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇയാളെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. While the person acquire a new knowledge or skill, it may be included in resume. അപ്പം നമ്മൾ പുതിയ എന്തെങ്കിലും നമുക്ക് സ്കില്ലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നോളജ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മസ്റ്റായിട്ട് നമ്മൾ എന്തിൽ കാണിച്ചിരിക്കണം എന്നാണ് നമ്മളുടെ റെസ്യൂമിലത് ഷോ ചെയ്തിരിക്കണം. എന്നാലേ ആ എംപ്ലോയർക്ക് അറിയാൻ പറ്റുള്ളൂ ഇയാൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
Then next, time frame. എന്താണ് time frame? A goal is set up to know how long it will take to learn a particular craft. ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നാണ്, എത്രത്തോളം സമയമെടുക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ടു ലൈബ്രറി ആൻഡ് റീഡ് അബൌട്ട് ഇറ്റ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അത് എത്ര കാലം കൊണ്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും, അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അങ്ങനെ കാര്യം നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ലൈബ്രറിയിലൊക്കെ പോയിട്ട് ആ ഒരു ഇതിനെക്കുറിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് നെറ്റ്വർക്കിംഗ്. ഈ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, അതായത് ഇടയ്ക്ക് നമ്മൾ കോൺഫറൻസ് മീറ്റിംഗ് അല്ലേ, മറ്റുള്ള കമ്പനികളുമായിട്ട് നമ്മൾ കോൺഫറൻസ് അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സെറ്റ് ചെയ്തിരിക്കണം അല്ലേ. അതായത് എന്നാലേ നമുക്ക് എന്താണ്, ഓരോ കമ്പനികളും എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, നമുക്ക് നമ്മളുടെ കമ്പനി മാത്രം ശ്രദ്ധിച്ചാൽ പറ്റില്ല, മറ്റുള്ള കമ്പനിയും കൂടെ ശ്രദ്ധിച്ചിട്ട് മീറ്റിംഗ്സും കോൺഫറൻസും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ എംപ്ലോയർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, മറ്റുള്ള കമ്പനികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവർ ഏതെല്ലാം രീതിയിലാണ് പ്രോഫിറ്റ് മേക്കിംഗ് നടത്തുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ഒരു എംപ്ലോയിക്ക് മറ്റുള്ള കമ്പനിയിലെ എംപ്ലോയി ആയിട്ടൊക്കെ എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. So in today's class we have discussed the career development, objectives of career development, steps in career development and importance of career development. So that's the end of this lesson.